ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സംസ്ഥാന പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആഹ്ലാദത്തിൻ്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കൽ കർമ്മമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയാണ് കേക്ക് മുറിക്കുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതുപോലെ തന്നെ കെ രാജനും മധുരം നുണയുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ. എന്തായാലും വളരെ മൂന്നാമത്തെ ഭരണകാലം കൂടി തനിക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികളും കടമ്പകളും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. താനും ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കണം. അതുപോലെ തന്നെ ഈ ആശാ വർക്കേഴ്സെ പോലെയുള്ള സമരത്തിലേർപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ പരിഹരിച്ചു കൊടുക്കണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭരണം 10 കൊല്ലം തികയുന്ന വേളയാണിത്. ഈ അവസരത്തിൽ സന്തോഷകരമായ നിമിഷത്തിൽ കേക്ക് മുറിക്കലാണ് നടക്കുന്നത്. മന്ത്രിസഭാ അംഗങ്ങളാണ് മധുരം നുണഞ്ഞ് ഈ സന്തോഷ നിമിഷം മുഖ്യമന്ത്രിയുമായി പങ്കിടുന്നത്. കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള നിമിഷമാണിത്. മുഖ്യമന്ത്രിയാണ് കേക്ക് മുറിച്ചത്, നിങ്ങൾക്കറിയാം. മറ്റുള്ള മന്ത്രിസഭയിലെ മറ്റുള്ള അംഗങ്ങളാണ് ഈ മധുരം നുണഞ്ഞ് ഈ ആഹ്ലാദ നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് നല്ല ആഹ്ലാദമുണ്ട്. കാരണം ഒരംഗത്തിനു കൂടി ബാല്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകളെല്ലാം ആഹ്ലാദകരമായ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. രാഹുൽ, വളരെ സന്തോഷകരമായ ആഹ്ലാദ നിമിഷങ്ങൾ തന്നെയാണല്ലോ മുഖ്യമന്ത്രിയുമായി മറ്റു മന്ത്രിമാർ പങ്കുവയ്ക്കുന്നത്. വിവരങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ 4ാം വർഷത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്കാണ് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ 4 വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയൊക്കെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടന്നിരുന്നു. എന്തായാലും ഈ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളുടെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷം ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാരായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ബി ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, പി രാജീവ് എന്നിവരാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഇവിടെ കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കുശലം പറഞ്ഞുകൊണ്ടും സന്തോഷം പങ്കുവെച്ചുകൊണ്ടുമാണ് ഈ കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രി കേക്ക് കൊടുക്കുകയും ചെയ്തു. തമാശ പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞുമൊക്കെയാണ് അദ്ദേഹം ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കേക്ക് മുറിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം, അതായത് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് വലിയ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ളൊരു സർക്കാരായിരുന്നു കഴിഞ്ഞ 9 വർഷവും ഉണ്ടായിരുന്നു. 2ാം പിണറായി സർക്കാർ അത്തരത്തിലായിരുന്നു എന്നുള്ളതിന്റെ ഒരു മറുപടി കൊടുക്കൽ കൂടിയാണ് ഈ ഒരു ആഘോഷം എന്നാണ് പറയുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേക്ക് മുറിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. മന്ത്രിസഭയുടെ 4ാം വാർഷികം പ്രമാണിച്ചുള്ള കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിടുന്ന നിമിഷമാണ് പ്രേക്ഷകർ കണ്ടത്. 10ാം വർഷത്തിലേക്ക് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം കടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ സാഹചര്യം. ഒരു തവണ കൂടി അധികാരത്തിലേറ്റാൻ LDF ഒരുക്കമാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുമ്പോൾ 3ാം തവണയും ഊഴം ലഭിക്കും പിണറായി വിജയൻ എന്നുള്ള വിശ്വാസമൊക്കെ CPM മറ്റുള്ള പ്രവർത്തകരും പ്രചരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് ആഹ്ലാദത്തിൻ്റെ കേക്കാണ് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയനും മധുരം ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുമായുള്ള സന്തോഷം പങ്കിട്ടു എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും മന്ത്രിസഭയിലുള്ള എല്ലാ അംഗങ്ങളും അവിടെ സന്നിഹിതരാണ്. ഭരണത്തിൻ്റെ 4ാം വാർഷികം, പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികമാണ് ഇപ്പോൾ 10ാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് വെല്ലുവിളികൾ ഈ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഒരു ഊഴം കൂടി ലഭിക്കണമെന്ന വിശ്വാസത്തിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രതിപക്ഷവും പറയുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ തമ്മിലടി എപ്പോഴും ഈ പിണറായി സർക്കാരിന് ഗുണകരമായി ഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. മുഖ്യമന്ത്രിയാകാനുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതും ഒരു കാരണമാകാം. എന്നാൽ ഭരണപക്ഷം ഒരേ ടാർഗറ്റിൽ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും 10-12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങൾക്കിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്. എന്തായാലും ഒരു ഊഴം കൂടി ലഭിക്കാൻ വേണ്ടി LDF കഠിനാധ്വാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസഭാംഗങ്ങളുമായി മറ്റുള്ള ആളുകളുമായി ഒക്കെ തന്നെ മധുരം നുണഞ്ഞ് ആഹ്ലാദം